ബഡ്ജറ്റ് 5 കോടിക്ക് താഴെ, വാരിക്കൂട്ടിയത് 100 കോടിക്ക് മേലെ. തേർഡ് പ്ലേസിൽ സൂ ഫ്രം സോ. വലിയ താരങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ സിനിമ, ഹൊറർ കോമഡി ജോണറിൽ പുറത്തിറങ്ങിയ സാധാരണ കന്നഡ സിനിമ. 5 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത് 125 കോടിയോളമാണ്. സെക്കൻഡ് പ്ലേസിൽ ലവ് ടുഡേ. പ്രദീപ് രംഗനാഥന്റെ രണ്ടാമത്തെ സിനിമ. ആദ്യ സംവിധാനമായ കോമാളിയിൽ തന്നെ വലിയ ബോക്സ് ഓഫീസ് വിജയം കണ്ട അദ്ദേഹം രണ്ടാമത് ലവ് ടുഡേയിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നു. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ 2022 റിലീസാവുന്നു. 5 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ 105 കോടിയോളം കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഫസ്റ്റ് പ്ലേസിൽ പ്രേമലു. ഗിരീഷ് ഏടിയുടെ ആദ്യ സംവിധാനം തണ്ണീർമത്തൻ ദിനങ്ങൾ. 50 കോടിയോളം വാരിക്കൂട്ടി ബോക്സ് ഓഫീസിൽ വൻ വിജയമായ സിനിമ. അദ്ദേഹം തന്നെയാണ് നസ്ലിൻ എന്ന ചെറുപ്പക്കാരനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. മെൽവിൻ എന്ന കഥാപാത്രം മലയാളികൾ അത്ര വേഗം മറക്കില്ല. തുടർന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം കരസ്ഥമാക്കി നസ്ലിൻ. 2024 സാധാരണ ഒരു കോമഡി ചിത്രമായ പ്രേമലു ഇത്രയും വലിയ വിജയമായതിൽ നസ്ലിന്റെ പങ്ക് വളരെ വലുതാണ്. 3 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ 136 കോടിക്ക് മുകളിലാണ് വാരിക്കൂട്ടിയത്. केरला में 10 को मिलेगा। अरे केरला ले इसको